ഹലോ ഹലോ ഗായ്സ്. ഗായ്സ്, നമ്മളെല്ലാരും മറന്നുപോയോ ഗൈസ്? നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ കൊണ്ട് വരുന്നല്ലാണ്ട് നമ്മളങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? അത് കറക്റ്റാണ്. അതെ. അപ്പൊ നമ്മൾ വേറൊന്നുമല്ല, ഇന്ന് എന്താ നമ്മൾ എന്തിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? ലെറ്റ്സ് ടോക്ക് അബൌട്ട് കല്യാണം. അതെ, കാത്തിരുന്ന നമ്മുടെ കല്യാണത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിനും കാത്തിരിക്കുന്നത് പ്രേക്ഷകരാണ്. നിങ്ങളായിരിക്കും. കാര്യം നമ്മളിപ്പം എവിടോട്ടെങ്കിലും പോയാലും കല്യാണം എന്നാ, കമന്റ്സിലാണെന്നുണ്ടെങ്കിലും കല്യാണം എന്തായി, കല്യാണം കഴിഞ്ഞോ എന്ന് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ കല്യാണം കണ്ട കഴിക്കാതെ കാലം. എന്തിനാ ചേട്ടൻ അവിടെ നിക്കുന്നത്? അതെ, അപ്പം ഗർഭിണിയായോ, മൊത്തത്തിൽ പ്രശ്നം, കുഞ്ഞു പുറത്ത് വന്നോ. അപ്പൊ നമ്മളെ കണ്ടതാള് തൊട്ടേ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ 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 കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മള് കുറെ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ കുറെയൊക്കെ പേരുടെ വിചാരം നമ്മുടെ കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോ എവിടോട്ടെങ്കിലും പോയാലും, ഇവനെ ഒറ്റയ്ക്ക് എവിടോട്ടെങ്കിലും പോയാലും ഭാര്യ എന്ത് ചെയ്യും, ഭർത്താവ് എന്ത് ചെയ്യുന്നാ ചോദിക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോട്ടെ, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നവർ അങ്ങനെയും വിചാരിച്ചോട്ടെ. എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പം കല്യാണം ഇങ്ങതാണ്ട് വാതുക്ക വന്ന് നിൽക്കുന്നു ഗൈസ്. നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ കല്യാണം എങ്ങനെ ആയിരിക്കണം. അപ്പൊ അതൊക്കെ ചുമ്മാ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അതെ, നിങ്ങളുടെ നമ്മുടെ കല്യാണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് എന്നുള്ളതെന്ന് കമന്റ് ചെയ്യണം എല്ലാരും. ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള ഇതൊക്കെ വെച്ചും അങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് എങ്ങനെ വേണം കല്യാണം ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യും. നമുക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കാണാനും അപ്പൊ അതിനു വേണ്ടി. കുഞ്ഞിന്റെ ആഗ്രഹം എങ്ങനെയായിരുന്നു പണ്ടൊക്കെ കല്യാണം ഉണ്ടോ അറിയത്തില്ലല്ലോ. കല്യാണം ഇല്ലാണ്ടിരിക്കോ? അല്ല, നമ്മള് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. നീ അപ്പൊ എന്നെ കല്യാണത്തിന് പണ്ടത്തെ കാര്യമല്ലേ നീ ചോദിച്ചത്. റിലേഷൻ ആയ പിന്നെ ഇങ്ങനത്തെ എന്താ നല്ല രീതിയിൽ ഗ്രാൻഡ് ഒക്കെ ആയിട്ട് ഈ റിച്ച് പരിപാടിയൊക്കെ ഇല്ലേ, റിച്ച് അങ്ങനെയൊക്കെ നടത്തണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഫുള്ള് വൈബ്, ഹാപ്പിനെസ്. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ റിലേഷൻ നടന്ന സമയത്ത് നമ്മുടെ രണ്ടുപേരുടെ വീട്ടുകാരും അത്ര രസത്തിലായിരുന്നില്ല. അപ്പോഴും ജ്യോതിരാജ് എന്നൊക്കെ പറയായിരുന്നു വീട്ടുകാരെ സംബന്ധിച്ചിട്ട് വേണം കല്യാണം എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു സാധനം നമുക്ക് ഇപ്പോഴും അത് തന്നെയാണ്. കല്യാണം വീട്ടുകാരെ സമ്മതത്തോടെ നടത്താൻ ഇപ്പൊ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം. അത് നമ്മൾ അങ്ങനെ ഒരു സമയത്ത് അത് നമുക്ക് അങ്ങനെ നടക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയായിരുന്നു. എങ്ങനെയും നടത്തും ഇവര് ഫണ്ടാരോടങ്ങനെ എങ്ങനെയും ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ നടത്തും എന്നുള്ള രീതിയിൽ അവസാനമൊക്കെ ആയപ്പോ ഒന്ന് ചെറുതായിട്ട് അന്ന് അയഞ്ഞു വന്നതുമാണ്. ഇതുങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള ഒരു മൈൻഡ് വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ നമ്മുടെ കല്യാണം നടത്തണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതും എല്ലാരെയും വിളിച്ച് നമ്മുടെ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറെ പേര് കാണും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ളവരെയും ഒക്കെ എല്ലാരും ഫാമിലി സർക്കിൾ. അപ്പം അങ്ങനെ നമ്മുടെ കല്യാണം നടക്കരുത്, അല്ലെന്നുണ്ടെങ്കിൽ ഇവര് ഒത്തിരികാലം ഒന്നും മുന്നോട്ട് പോകത്തില്ല, ഇതൊക്കെ ഇവിടം വരെ പോകാൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പേരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഫ്രണ്ട് സർക്കിൾ. അതെ, അപ്പം അവരെയൊക്കെ എല്ലാരെയും വിളിച്ചിട്ട് നമുക്ക് കല്യാണം അവരെയൊക്കെ കാണിച്ചുകൊണ്ട് നടത്തണം. ആരെയും വിളിച്ചില്ലെങ്കിൽ അവരെയൊക്കെ വിളിച്ച് കല്യാണം നടത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു കൊച്ചിലെ തൊട്ട് കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറെ എക്സ്പെക്ടേഷൻ കാണുമല്ലോ. എല്ലാവർക്കും, എസ്പെഷ്യലി പെണ്ണുങ്ങൾക്കാ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ എന്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം മുന്നേ വീട്ടിൽ നിറച്ച ആൾക്കാരും അതൊക്കെ കണ്ടു വളർന്നുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കും എന്റെ കല്യാണം എന്നുള്ള രീതിയിലായിരുന്നു ഞാനും എക്സ്പെക്ട് ചെയ്യുന്നതും പ്രതീക്ഷിക്കുന്നതും. എനിക്ക് ഇഷ്ടമായിരുന്നു. കാര്യം എല്ലാവരും ഭയങ്കര തിരക്ക് കാര്യങ്ങള്, എപ്പോഴും എല്ലാവരും അടുത്ത് കാണും, ബന്ധുക്കളെല്ലാരും കാണും, ആ ഒരു രീതിയിലായിരിക്കും എന്നുള്ള രീതിയിലാണ് ഒരു സമയം വരെ മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ പൊതുവെ എല്ലാവരുടെയും ചിന്താഗതിയൊക്കെ മാറി. മറ്റേ ഹൃദയം പടം ഇറങ്ങിയപ്പോ തൊട്ട് പിന്നെ ഭയങ്കര പടത്തിന്റെ ഒന്നും അല്ല, അല്ലല്ലേ, എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോ ഇവനും ആഗ്രഹം ഉണ്ടായിരുന്നു. പടത്തിന്റെ ഒന്നും അല്ല, സത്യം പറഞ്ഞ മൊത്തത്തിൽ ഒരു ഇന്റിമേറ്റ് വെഡിങ് ആണ് എന്തുകൊണ്ട് നല്ലതെന്നുള്ളൊരു നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നുവെച്ചാ ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ
ലൈഫിൽ ഒന്ന് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകാൻ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം. അതാ, അങ്ങനെ കുറച്ച് പേര്, ഉള്ള കുറച്ച് പേരെ വെച്ചിട്ട് നമുക്ക് എല്ലാരെയും, കുറച്ച് പേരിൽ നിങ്ങൾ ഉൾപ്പെടും കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഈ ഓരോ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ അടി പോലും ചെന്നിട്ട് അവരെ ചീത്ത വിളിക്കുന്ന കുറെ നല്ല ആൾക്കാരുണ്ട്. അല്ല, അങ്ങനെ കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ നമ്മള് ആ ഇന്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരെ വിളിച്ചിട്ട് നല്ല രീതിയിൽ, അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാണ്ടുള്ള രീതിയിൽ കല്യാണം നടത്തണമെന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും ചിന്താഗതി മാറി. നമ്മുടെ എൻഗേജ്മെന്റ് ഇന്റിമേറ്റ് എന്നുള്ള രീതിയിലായിരുന്നു നടത്തിയത്. പക്ഷെ ഇന്റിമേറ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഫാമിലി അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ എൻഗേജ്മെന്റിന്റെ ഒരു ആവശ്യമില്ലെന്ന് നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിക്ക് ഒരു പൊതുവായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഡയറക്റ്റ് കല്യാണം മതി എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എന്റെ എൻഗേജ്മെന്റ്. എനിക്ക് കല്യാണം സത്യം പറഞ്ഞാൽ അത്ര ഞാൻ ഇമാജിൻ ചെയ്തില്ല. പക്ഷെ എനിക്ക് എന്റെ എൻഗേജ്മെന്റ് പണ്ടോട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എൻഗേജ്മെന്റ് നടത്തണമെന്ന്. അപ്പൊ അങ്ങനെ അത് ഇന്റിമേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തിയത്. ആദ്യം ബുദ്ധിമുട്ടിപ്പിക്കുക, നമ്മുടെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒത്തിരി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എൻഗേജ്മെന്റ് നടത്തിയത്. പക്ഷെ ഇന്റിമേറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിലും നമ്മുടെ വീട്ടുകാര്, സൊസൈറ്റിയും, നമ്മുടെ നാട്ടിലെ ഇന്റിമേറ്റ് കുറഞ്ഞത് ഒരു 1500 പേരെ വെച്ചിട്ട് നടത്തുന്നതെന്നുള്ള സത്യം നമുക്ക് ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മളൊരു 100 പേര് റൗണ്ട് അടിച്ചത് 300-400 പേര് നിന്നു. നമ്മളെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ സ്റ്റേജ് നിൽക്കുമ്പോ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് തന്നെ എണ്ണുമായിരുന്നു, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ലല്ലോ മുന്നോട്ട്. ഞാനിങ്ങനെ ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മളീ അതും നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇപ്പം ഇന്റിമേറ്റ് എന്ന് ഉദ്ദേശിച്ചത് അന്നും നമ്മൾ ഇന്റിമേറ്റ് വെഡിങ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ സന്തോഷമാണ് അന്നത്തെ ദിവസം. നമ്മുടെ സന്തോഷമായിട്ടുള്ള ദിവസത്തില് നമുക്ക് ഇല്ലായിരുന്നു. നമ്മുടെ സന്തോഷമായിട്ടുള്ള ദിവസത്തില് അന്ന് നമുക്ക് സങ്കടമായിട്ടൊന്നും ഉണ്ടാകരുത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരായിരിക്കണം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതെന്നുള്ള രീതിയിലാണ് പൃഥ്വിച്ചേട്ടൻ പറഞ്ഞ പോലെ, പൃഥ്വിരാജ് പറഞ്ഞ പോലെ എന്തുവാ പുള്ളി എന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ല. പുള്ളി ഇങ്ങനെയല്ലേ കല്യാണം കഴിച്ചത്, ആരും അറിയാണ്ടൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ നല്ല മെമ്മറീസിൽ നമ്മൾ മാത്രമുള്ളതാണ് അത്. കാര്യം ഇപ്പൊ എൻഗേജ്മെന്റ് ഡാൻസ് കളിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനതിന് പൊന്നോ, നമ്മള് ഡാൻസ് കളിച്ചപ്പോ ഫ്രണ്ടിൽ ഇരുന്ന കുറെ ആൾക്കാർ, സൈഡിൽ ഇരുന്നവരൊക്കെ വീഡിയോ കണ്ടാ മനസ്സിലാകും നമ്മളെന്തോ അവര് നമ്മുടെ എൻഗേജ്മെന്റിൽ നിങ്ങൾ വരണം, ഞങ്ങളുടെ ഡാൻസ് കാണണം എന്ന് ഭയങ്കര ഡാൻസ് കണ്ടിട്ട് പോയാ മതി എന്നുള്ള പിടിച്ചിരുത്തിയ പോലെ. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞങ്ങള് ഓൺലൈൻ മീഡിയ ഒന്നും ഞങ്ങള് സത്യം പറഞ്ഞ നമ്മുടെ ശരിക്കും വീഡിയോക്കകത്തൊന്നും ഇല്ല ഗൈസ്. ശരിക്കും ഓൺലൈൻ മീഡിയയുടെ വീഡിയോക്കകത്താണ് എല്ലാം ഉള്ളത്. നമ്മുടെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നു, ഇവരൊക്കെ ചിരിച്ചുകൂടെ, ഇവരൊക്കെ ആരാ എൻഗേജ്മെന്റ് വിളിച്ചെന്നുള്ള രീതിയിലുള്ള കാര്യം നമ്മൾ ശരിക്കും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് ആ കമന്റ് ബോക്സിനകത്ത് കണ്ടേക്കുന്നത്. കാര്യം നമുക്ക് അന്നാ മനസ്സിലായത് നമ്മൾ എത്ര പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര പേര് നല്ല സന്തോഷത്തോടെ അത് കാണുന്നുണ്ട്. പക്ഷെ എന്തോരം എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാർ അതിന്റെ ഇടയിൽ തന്നെ ഉണ്ടെന്നറിയോ. അവര് വീഡിയോ എടുക്കുന്നവരുണ്ട്. ഭയങ്കര അന്നത്തോടെ നമുക്ക് മനസ്സിലായി ഇന്റിമേറ്റിന്റെ ആവശ്യമില്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്റിമേറ്റ് അല്ല. നമ്മുടെ നാട്ടില് ഒരു ഭൂരിഭാഗം വീട്ടില് ഇന്റിമേറ്റ് നടക്കുന്ന വെഡിങ് ഒന്നും ഇന്റിമേറ്റ് അല്ല. ശരിക്കും ഇന്റിമേറ്റ് വെഡിങ് അങ്ങനെ ഹൃദയത്തിനെതിരെ പോലും ഇന്റിമേറ്റ് എന്ന് പറഞ്ഞ കുറെ പേരുണ്ടല്ലോ. കുറെ പേരുണ്ട്. സത്യം പറഞ്ഞ ഇന്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരും വീട്ടുകാരും അത്യാവശ്യം ഒരു 50 കുറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഇന്റിമേറ്റിംഗ് എന്ന് പറയാം. കാര്യം അത്രയും പ്രിയപ്പെട്ടവര് മാത്രം. അന്ന് നമ്മള് ഇപ്പം പ്രധാന പ്രശ്നം എന്താ പറയാ, ഒരു കല്യാണം എന്ന് പറയുമ്പോഴേ പ്രധാന പ്രശ്നം ഇത് ആരെങ്കിലും വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ കല്യാണം നടത്തിയിട്ട് എന്നെ വിളിച്ച അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതൊരു എല്ലാ ദിവസത്തെ പോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നെങ്കിൽ നമ്മുടെ പ്രധാന ദിവസമാണെന്ന്. അതിന് ഇപ്പം വരേണ്ടതോ അതൊരു ദിവസം എന്നുള്ള രീതിയിലേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം എന്തായാലും നന്നായിട്ട് ചോദിക്കണം. അവരുടെ അഭിപ്രായം അവർക്ക് ചിലപ്പോ പല ഇതായിരിക്കും. അവർക്ക് എന്തായാലും ചോദിക്കണം. കാരണം ഇപ്പൊ ഞാൻ പറയാം. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ
നമ്മളുടെ വീട്ടുകാര് കുറെ പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കുറെ വീട്ടുകാരുണ്ട്. ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്ത കുറെ പേരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ കല്യാണം അങ്ങനെയൊക്കെ കുറെ പേരുണ്ട്. അപ്പൊ നമ്മളൊരു കല്യാണം നടത്തുമ്പോ നമ്മൾ അവർക്ക് അത്ര ഹെൽപ്പ് ചെയ്തതാണല്ലോ, നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. അത് കിട്ടുവോ കിട്ടായിരിക്കും, പക്ഷെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നോക്കിയാണ് കല്യാണം. അത് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നമുക്ക്. അത് മാത്രമല്ല, ഒരാളെ കല്യാണത്തിന് വിളിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. എന്റെ അച്ഛനൊക്കെ പിണങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനങ്ങ് നേരത്തെ മുൻകൂട്ടി പറയാം, അങ്ങനെ പിണങ്ങിയിരിക്കേണ്ട ഒരു കാര്യമല്ലത്. അവരുടെ ഒരു വലിയൊരു ഫംഗ്ഷൻ അവർക്ക് ഇഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും കല്യാണ പെണ്ണിന്റെ ചെറുക്കന്റെ ആവശ്യമുള്ളൂ കല്യാണത്തിന്. ഈ ഒളിച്ചോടി പോകുന്ന സമയത്ത് എത്ര പേര് കാണുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവരും ജീവിക്കുന്നില്ലേ. ഈ ഒരു പ്രധാനപ്പെട്ട സത്യം പറഞ്ഞ ഇപ്പൊ അറേഞ്ച് മാരേജ് ലവ് മാരേജ് ചെയ്യുന്നുണ്ട് മൊത്തം പ്രശ്നം. ഒളിച്ചോടി പോകുന്നവർക്ക് ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനൊന്നും അല്ല, ഒളിച്ചോടി പോകുന്ന എന്നാലും നമ്മള് കാണുന്നതൊക്കെ നമ്മുടെ യൂട്യൂബിലും. അല്ല, ഇപ്പം നമ്മുടെ ആഗ്രഹ സത്യം ഒളിച്ചോടി പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഒരു കണക്കിന്. അതാ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സ് പുഴുങ്ങു. അതാ എനിക്ക് അറിയത്തില്ല ഗൈസ്. കാര്യം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എൻഗേജ്മെന്റ് ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കുറെ ഫോട്ടോസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ദിവസം. കാര്യം അത് നമ്മുടെ ഒരു മെമ്മറീസാ ശരിക്കും. അത് നമുക്ക് നോക്കുമ്പോ അയ്യോ നമ്മളത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ, ശരിക്കും അന്ന് എന്തോ അവിടെ നടന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴും. ഞങ്ങള് ഫാമിലി ആയിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി ടീംസിനെ അവര് കിടുക്കൻ, അതായത് അവര് അത്ര ക്ഷമിച്ച് സഹിച്ചാണ് അവിടെ നിന്നത്. അത് മാത്രമല്ല ഫാമിലി ആയിട്ട് നമ്മുടെ ഫാമിലി ഫോട്ടോ ഇല്ല, അങ്ങനല്ല അവരുടെ കുട്ടികൾ നമ്മുടെ ഫാമിലി വരുന്നില്ല ഫോട്ടോ എടുക്കാൻ. നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിയുടെ പ്രധാന അത്യാവശ്യം എന്താ പറയാ, വരുന്നവരുടെ ഫോട്ടോ എടുത്ത് വിടുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ അത്യാവശ്യം. നമ്മൾ കുട്ടിയായിട്ട് തന്നെ പറയുന്നതെന്ന് കൂട്ടിക്കും. കാര്യം അവരുടെ ഏറ്റവും വലിയ അത്യാവശ്യം അതായിരുന്നു. എന്റെ വീട്ടുകാര് അവരുടെ സൈഡിൽ നിന്നുള്ളവരെ വിളിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു, അവന്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടുകാരുടെ എടുത്തു, നല്ലതുണ്ടെങ്കിൽ അവരുടെ അറിയാവുന്നവരെയൊക്കെ. ഇവര് പക്ഷെ സ്വന്തം മക്കളുടെ കല്യാണത്തിന് നന്നായിട്ട് ചിരിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് ഫോട്ടോ മതി, ഒറ്റ ഒരെണ്ണത്തിൽ നിന്നാ മതി. ഫോട്ടോ ഇല്ല നമ്മുടെ എല്ലാ രണ്ടുപേരെ ഫാമിലിയും കൂടെ നിൽക്കുന്നുണ്ട്, നല്ല ഫോട്ടോ ഇല്ല. നമുക്ക് എന്തോരം വിഷമായെന്നുള്ളൊരു സാധനമാണെന്നറിയാം. കാര്യം 2-3 ഫോട്ടോ ഉണ്ട്, പക്ഷെ അതും അങ്ങനെ നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾക്ക് വെളിയിൽ നിന്നിട്ടാണ്, നമ്മൾ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു, 2 കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. നമ്മളത് അത്രയും ആഗ്രഹിച്ച് എന്റെ വീട്ടുകാരും അവന്റെ വീട്ടുകാരും ഒരേപോലെ ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരേപോലെ ചെന്ന ഡ്രസ്സ് എടുത്ത് അപ്പൊ അത്രയും ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഫോട്ടോ കാണണം എന്നുള്ള രീതിയിൽ ഇതേപോലെ നമ്മളിങ്ങനെ പറയുമ്പോ നമ്മുടെ ഫോട്ടോഗ്രാഫി നന്ദു ടീം വെഡിങ്ങിന് നമ്മുടെ ടീം വെഡിങ് കിഡിലനാണ്. അവർ അത്രയും നമുക്ക് നന്നായിട്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിനാണ് നമുക്ക് സങ്കടം. സത്യം ശരിക്കും അത്രയും നല്ലൊരു ഇതുപോലെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കിട്ടിയിട്ട് പോലും നമുക്ക് നല്ല കുറെ ഫോട്ടോ കിട്ടാൻ പറ്റിയിട്ടില്ലെന്ന്. കാര്യം അതിനുള്ളൊരു ഇത് ഒന്നും കിട്ടില്ല. അവരെല്ലാരും എന്താ വരുന്നവരുടെ ഫോട്ടോ എടുക്കുന്ന അത്ര തെറ്റായിട്ടുള്ള കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ സംഭവങ്ങളുണ്ട് ആ ദിവസം, നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോ ഒറ്റ സമയം കൊണ്ട് ചിലപ്പോ നമ്മുടെ ആ ആഗ്രഹങ്ങളെല്ലാം ഒരു 5 ഫോട്ടോ എടുത്താൽ മതി. 5 ഫോട്ടോ എടുത്താൽ ഒരെണ്ണം നന്നായിട്ട് കിട്ടും. അതിന് നിൽക്കാൻ സമയമില്ല. അത് മാത്രല്ല അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എൻഗേജ്മെന്റ് തുടങ്ങിയ സമയത്ത് എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരെപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണണം. ഞാനത് എന്റെ വീട്ടുകാരോട് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും വിളിക്കുന്ന വിളിയിൽ എന്റെ ചേട്ടൻ മാത്രമായിരുന്നു എന്റെ അടുത്തുള്ളായിരുന്നു. ബാക്കി ആരെയും ഞാൻ കണ്ടിട്ടില്ല കല്യാണത്തിന് അല്ല എൻഗേജ്മെന്റിന്. ഒരു പകുതി വരെ അവരെ കണ്ടു. എന്റെ അച്ഛൻ കരഞ്ഞും പിഴിഞ്ഞും മൂക്ക് പിഴിഞ്ഞും ഒക്കെ സൈഡിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൊറേ ഇതും എന്റെ അച്ഛൻ എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ അത് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോ എങ്ങാണ്ടെന്നൊക്കെ വരുന്നു. അതുപോലെ ഫുഡ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫുഡ് കൊടുക്കുമ്പം വരുന്നവർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. പക്ഷെ ഈ കണക്കിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് കിട്ടാൻ പോലും പരിമിതി ഉണ്ടായിരുന്നു. ഒന്ന് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശരി നമുക്കും 2 പേർക്കും മാത്രമാണ് കുറച്ച് മിക്ക അതിനകത്ത് നമുക്കും കിട്ടാതെ പോയിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ എന്നാ അതൊന്നും സങ്കടമായിട്ട് തന്നെ പറയുന്നതാണ്. അത് മാത്രല്ല നമ്മളിപ്പോ എന്തായാലും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കല്യാണം കണ്ട് കുറച്ച് പേരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് കല്യാണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാര്യം ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഒത്തിരി പൈസയുള്ളവരും ഉണ്ട്, പൈസ ഇല്ലാത്തവരും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൈസ ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല, ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല.
എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം വെച്ചിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഒരു കല്യാണം ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കില്ല. ഗ്രാൻഡായിട്ട് അങ്ങനെ ഒരു കല്യാണം നടത്തണം എന്നുള്ളൊരു ആഗ്രഹമില്ല. കാര്യം എൻഗേജ്മെന്റ് നമ്മൾ ആ ഒരു ഇതിലാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് നമുക്ക് നടത്തണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് അതേപോലെ തന്നെ നടത്തി. അപ്പം കല്യാണം ഇത് എൻ്റെ തീരുമാനമായിരുന്നു യദുകൃഷ്ണനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അവരെന്നെ സപ്പോർട്ട് ചെയ്തതിൽ തന്നെ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്തി എനിക്ക് എൻ്റെ ഒരു ലോൺ എടുത്ത് എൻ്റെ കല്യാണം നടത്തേണ്ട ഒരു പിന്നെ അതൊരു കടമൊക്കെ വീട്ടി ഭാരമായിട്ട് ഈ ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കുക. അയ്യോ അവിടെ കല്യാണം നടത്തി അങ്ങനെ ആയി, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പറച്ചിലിനൊരു അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്തേണ്ട ഒരു കാര്യമല്ല ശരിക്കും കല്യാണം. അത് 10 നമ്മൾ പേരെങ്കിൽ 10 10 പേര് പേരെങ്കിൽ 10 പേര് അത് ഹാപ്പി എൻജോയ് ആയിട്ട്. ചെയ്ത് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ജീവിതകാലം മൊത്തം സന്തോഷമായിട്ട് ആലോചിക്കേണ്ട ഒരു നിങ്ങളുടെ കാര്യമാണ്. മക്കളെ നിങ്ങൾക്ക് കെട്ടിച്ചു വിടാനായിട്ട് ലോൺ എടുത്ത് പിന്നെ നിങ്ങൾ അതിന്റെ പേര് ഇങ്ങനെ കടം കയറി അങ്ങനത്തെ അതൊന്നും എന്തിനാ? അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ശരിക്കും ആക്സിഡന്റ് ഒന്നും ഇപ്പൊ പറ്റിയില്ല, അല്ല ഞങ്ങളുടെ ഇപ്പൊ വീട്ടുകാര് സമ്മതിച്ചില്ല, ചിലപ്പോൾ ഒളിച്ചോടി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ല ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇപ്പൊ നിങ്ങളുടെ മക്കളുടെ കല്യാണം നടത്തുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഒരു വിരലിലെണ്ണി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അവരെ കണ്ടാലും അവരുടെ മനസ്സ് ഹാപ്പി ആണെങ്കിലും നമുക്ക് കല്യാണം കൊള്ളാം ഇങ്ങനെ മതി എന്നുള്ളൊരു മൈൻഡ് കാണിക്കാം. ഇപ്പൊ പൈസയൊന്നും ഇല്ല, അവരെ വിളിക്കാം ഇവരെ വിളിക്കാം, 10 പേര് മതി, അവരെ കണ്ടാലേ സന്തോഷം, അവരുടെ മുഖം കണ്ടാലേ സന്തോഷം, അവരുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞാലേ സന്തോഷം, അവരുടെ കൂട്ടത്തില് അല്ല അവരൊക്കെ ഉള്ളപ്പോ കല്യാണം കഴിച്ചാലേ സന്തോഷം, അത് മതി ശരിക്കും സത്യം അത് പറഞ്ഞാൽ. മാത്രമല്ല, എൻ്റെ റിലേറ്റീവ്സിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ കരയുന്ന സിറ്റുവേഷൻ ഞാൻ എത്ര തവണ കണ്ടിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന പെണ്ണിന് സങ്കടം, വീട്ടുകാരുടെ ഇറക്കി വിട്ടാനല്ല, സ്വർണ്ണം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടുള്ള സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കല്യാണം കഴിച്ച് വിടാനുള്ള പൈസ ഇല്ല, ഇനി എന്ത് ചെയ്യും മുന്നോട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന വീട്ടുകാരെ നിസ്സഹായാവസ്ഥ കണ്ട് ഞാൻ നിന്നിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ട് അതെന്റെ ഒരു ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒത്തിരി പ്രായമില്ലാത്ത അന്ന് തൊട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരിക്കലും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ച് കല്യാണം നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചില വീട്ടുകാരത് ഭയങ്കര സന്തോഷമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒത്തിരി പൈസ ചെലവാക്കി അങ്ങനെ കല്യാണം നടത്തുമ്പോൾ 10 വീട്ടില് അതിന് ഒരു സാധാരണ കല്യാണം പോലും നടത്താൻ പറ്റാതെ പോകുന്ന എന്തോരം വീട്ടുകാരുണ്ടെന്നുള്ളത് അല്ല തന്നെ അങ്ങനെ നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ആവശ്യം ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടി നമ്മൾ അത്ര പൈസ മുടക്കി ആ പൈസ വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഒരു തീരുമാനമാണ് നോ ഗോൾഡ് വെഡ്ഡിങ് ആയിരിക്കും നമ്മുടെ കല്യാണം. അതുപോലെ എൻ്റെ കല്യാണം എനിക്ക് നോ ഗോൾഡ് വെഡ്ഡിങ് ആയിട്ട് നടത്തണം എന്നാണ് എൻ്റെ തീരുമാനം. അതായത് എൻ്റെ ശരീരത്തിലുള്ള സ്വർണം ഞാൻ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പോകാന്നല്ല ഞാൻ ഫുൾ പറയുന്നത്. ഗോൾഡ് എനിക്ക്. അപ്പം സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് വേണ്ടി സ്വർണം പർച്ചേസ് ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഒരു കല്യാണത്തിന് വേണ്ടി സ്വർണം തന്നെ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ സ്വർണ്ണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നതിന് വേണ്ടി സ്വർണം മേടിച്ച് അത് ഭയങ്കരമായിട്ട് ഇതാക്കി സ്ത്രീധനം എന്നുള്ളൊരു പേരിൽ നമുക്കുള്ളത് വിറ്റ് നടത്താം. അങ്ങനെ ഒരു ഗോൾഡ് ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി എന്തായാലും ഞാനൊരു ഗോൾഡ് പർച്ചേസ് അല്ല തന്നെ ഇപ്പൊ ഗോൾഡ് ഒക്കെ വാങ്ങിക്കാൻ നിന്ന് നടക്കണ കാര്യമാണ് എന്തോ അത് അല്ല നമ്മുടെ കല്യാണം കണ്ടെങ്കിലും അവരൊക്കെ അത് ഭയങ്കര ഇൻഫ്ലുവൻസർ അല്ല, ഞാനങ്ങ് പറഞ്ഞപ്പോ പറഞ്ഞു പോയതാണ്, ഇനിയിപ്പോ കരയണല്ലേ. അപ്പം അവര് ഭയങ്കര ഇതായിട്ട് നാണക്കേടാണ്. അങ്ങനെ എനിക്കൊരു നാണക്കേടും ഇല്ല. എനിക്ക് അതിനകത്ത് ഒരു നാണക്കേടും ഇല്ല. എനിക്ക് നല്ല അതായത് നല്ല അതിനെക്കാട്ടിലും ഭംഗിയുള്ള ആഭരണങ്ങൾ ഇപ്പൊ കിട്ടും സ്വർണം അല്ലാതെ. സ്വർണം തന്നെ ഭംഗി കൂടാൻ വേണ്ടി ആഭരണം യൂസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഒരു കല്യാണത്തിന് വേണ്ടി സ്വർണം പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വലിയ ബാധ്യതയാണ് ശരിക്കും കല്യാണത്തിന്. അതെന്തിനാ ശരിക്കും ഇപ്പോഴും ഞാനിപ്പോ പറഞ്ഞാൽ മാറുമെന്നൊന്നും അല്ല, എന്നാലും അല്ല തന്നെ അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം. പക്ഷെ നമ്മുടെ കല്യാണത്തിന് കാശുള്ളവര് വാങ്ങിച്ചിട്ടോട്ടെ. അതെ, നമ്മുടെ കല്യാണത്തിൽ നിന്ന് അതിനകത്തുനിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആരും സ്വർണം മേടിച്ച് കല്യാണം നടത്തണ്ട. എനിക്ക് താല്പര്യമില്ല, അവനും താല്പര്യമില്ല. താല്പര്യം ഉണ്ടായത് ഇല്ല എന്തെല്ലാം ആർക്കെങ്കിലും തരണം എന്റെ കഴുത്തെ കൊണ്ടിട്ടാ മതി. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമുണ്ട്. എന്തായാലും നമ്മൾ വലിയ ഗ്രാൻഡായിട്ട് നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഗ്രാൻഡായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്. കല്യാണം അങ്ങനെ ഗ്രാൻഡായിട്ട് നടത്തത്തില്ല എന്നാണ്. അതിനുള്ള കാരണങ്ങളാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങളുമാണ്.
ഞങ്ങൾക്ക് അങ്ങനെ നടത്താൻ താല്പര്യം ഇല്ല. അതാ ഞങ്ങളുടെ തീരുമാനങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. കാര്യം നമുക്കിപ്പം പക്വതയായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ളവരാണ്. ഇതുപോലെ നമ്മുടെ ചില കമന്റ്സിന്റെ അടി വന്ന് കമന്റ്സ് ഇടാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇതൊന്നും കാണാറില്ലേ, വീട്ടുകാരിതൊന്നും കാണാറില്ലേ, വീട്ടുകാരും കഴിച്ചു വിട്ടേക്കുവാണ്. നമ്മൾ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അർഹതയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള, എനിക്ക് അങ്ങനെ പറയാൻ അല്ലേ, വ്യക്തി സ്വാതന്ത്ര്യം. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, ഇനി എന്റെ കല്യാണം ഒരിക്കലും എന്റെ വീട്ടുകാർക്ക് ഒരു ബാധ്യത ആകരുതെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഞാനായിട്ട് അതെ ഞാനായിട്ട് തീരുമാനിച്ച ഒരു തീരുമാനമാണിത്. അപ്പൊ അതിന്റെ പേരിൽ ജീവിതകാലം മൊത്തം അവര് അതിന്റെ പേരിൽ ഒത്തിരി ഭാരങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇതെന്റെ മാത്രം തീരുമാനമാണ്. അതുപോലെ എഡ്യൂക്കേഷന്റെ തീരുമാനമാണ് ഞാൻ. അപ്പൊ നമ്മുടെ കല്യാണം അതേപോലെ സിമ്പിളായിട്ട് നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കണം. ഡേറ്റ് ഒക്കെ എന്തായാലും പറയുന്നതാണ്. അതെ, നമുക്ക് ഡേറ്റ് ഒന്നും നേരത്തെ അനൗൺസ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ എൻഗേജ്മെന്റ് നിങ്ങൾ എല്ലാവരും കണ്ടാണ്. നമുക്ക് നമ്മുടെ ഒരു വരുമാന മാർഗമാണ് ശരിക്കും യൂട്യൂബ്. നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞില്ല, നമുക്ക് കുറെ ക്ലിപ്പൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ദൈവം സഹായിച്ച് നമ്മൾ പോലും അത് പലതും കാണുന്നത് ഓൺലൈൻ മീഡിയസിന്റെ അടുത്തുനിന്നാണ്. ഓൺലൈൻ മീഡിയസ് കൊള്ളായിരുന്നു, നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ പറയാതിരിക്കാൻ പറ്റില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതായത് ഡേറ്റ് പറയാത്തത്. എന്തായാലും വളരെ അടുത്തു നമ്മുടെ കല്യാണത്തിന്. അപ്പൊ എല്ലാരും ഇപ്പൊ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ്. നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഗൈസ് കല്യാണം ശരിക്കും. അതായത് എങ്ങനെയാണ് അല്ല ശരി നമ്മളെ ശരിക്കും ആണ് ഗൈസ് അല്ലേ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഞങ്ങൾ ഈ പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ നടത്താനായിരുന്നു, പക്ഷെ അതൊക്കെ മാറി. റിയാലിറ്റി എനിക്ക് കല്യാണം ഗ്രാൻഡായിട്ട് നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ റിയാലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ കാര്യത്തോടെ എടുക്കുമ്പോഴത്തേന് നമുക്ക് മനസ്സിലായി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം അൾട്ടിമേറ്റ് നമ്മുടെ കല്യാണം നന്നായിട്ട് നടക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റിയതിന് വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അത് പ്രശ്നം. അപ്പം അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ എല്ലാവരും നമ്മുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഗൈസ്. നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയും ഇപ്പം നമുക്ക് തരുന്ന സപ്പോർട്ട് മുന്നോട്ട് നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നമ്മുടെ ഇനി വരും അപ്ഡേറ്റ്സ് നമ്മൾ മിക്കതും ഇതിനകത്ത് തന്നെ പെട്ടെന്ന് ഇടും. ഞങ്ങൾക്ക് തന്നെ ഡിപ്രഷൻ, അതുകൊണ്ട് ഞങ്ങൾ ഇനി വീഡിയോസ് ഇടും ഗൈസ്. അതുപോലെ തന്നെ എന്റെ അതുപോലെ തന്നെ നമ്മള് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരു യാദ്വിക ബൈജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരു 10 പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനകത്ത് 8 പേരും നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മുടെ ഇഷ്ടമെന്ന് പറയുന്നവരും, അല്ലെങ്കിൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ഓരോ സാധനം പ്രൊഡക്റ്റ് മേടിക്കുന്നവരും ആയിരിക്കും. അപ്പൊ അതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് നമ്മളോട് ഇഷ്ടം കൊണ്ട് മാത്രമല്ല പ്രൊഡക്റ്റ് നല്ലതാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി സന്തോഷം ഗൈസ്. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.